ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് മാർക്കും ടോങ്ങും കൂടെ ആയിട്ട് മാർക്കിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയം മാർക്ക്, നീ ശരിക്കും ഉറപ്പിച്ചോ എൻ്റെ കൂടെ താമസിക്കുന്നു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് തന്നെയാണോ നീ എന്നോട് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അതേന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഒരു പോലീസുകാരൻ വാമ്പയർ ആയിരുന്നു നമ്മുടെ ടോങ്ങിനെ അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാർക്ക് കയറി വന്നിട്ട് അവനെ സേവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പോലീസുകാരൻ ടോങ്ങിനെ പിടിക്കാൻ വരുന്ന ടൈമിന് അവൻ ഓടി രക്ഷപ്പെടുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സ്റ്റാഫായിട്ടുള്ള ലേഡിക്കൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ മാർക്കും ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് ആ ഒരു ലേഡിക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് തന്നെ അത് താൻ കാരണം സംഭവിച്ചതാണ്, തൻ്റെ ഗോൾഡൻ ബ്ലഡ് കാരണം സംഭവിച്ചതാണ് എന്ന് മനസ്സിലായിട്ട് ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ അടുത്ത്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം, എനിക്ക് 21 വയസ്സാകുന്നവരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കാം, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്താൽ മതി, ഞാൻ വേറെ ഒരിടത്തും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ ടോങ്ക്ലാനെ വിളിക്കുവാണ്. അവനെ കോൾ ചെയ്തിട്ട്, അത് പിന്നെ എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, ഞാനാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ റൂമിൽ നിന്ന് മാറുവാണ്, എനിക്കാണെങ്കിൽ നമ്മുടെ കോളേജിൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് സാറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സാർ എനിക്ക് ഒരു സ്കോളർഷിപ്പ് തന്നു. ആ സ്കോളർഷിപ്പ് കാരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ തന്നെയല്ല അവർ അറേഞ്ച് ചെയ്യുന്ന ഒരു റൂമിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറുക, ഇന്ന് രാത്രി ഞാൻ മാറും. നുവൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നുവൻ മറ്റാരുമല്ല, അവൻ കളിച്ച് വളർന്ന ആ ഒരു ഓർഫനേജിലെ ഓണറായിട്ടുള്ള ആ ലേഡിയാണ്. ആ സമയം ടോങ്ക്ലയാണെങ്കിൽ മറ്റെന്തൊക്കെയോ ചോദിക്കാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പേ തന്നെ എനിക്ക് കോൾ കട്ട് ചെയ്യണമെന്നും പറഞ്ഞു ടോങ് കോളും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷമാണ് മാർക്കിൻ്റെ കൂടെ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മാർക്കിൻ്റെ വീട്ടിലേക്ക് അവൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ മാർക്കിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്ന ടൈമിന് ടോങ് ആണെങ്കിൽ, നീ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ, വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന്, ഇല്ല വേറെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ഈ വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോൾ ശവപ്പെട്ടി സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു നോർമൽ വീട്. സാധാരണ വാമ്പയറിൻ്റെ വീടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓരോ ഇമാജിനേഷൻസ് കാണുമായിരുന്നു. അതുപോലെ ടോങ്ങിനും കുറേ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അല്ലായിരുന്നു. മാർക്ക് അങ്ങനെ എന്ത് പറ്റി, നീ വിചാരിച്ച പോലെയൊന്നും അല്ലേന്ന് വെച്ചപ്പോൾ അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ള ശവപ്പെട്ടിയൊക്കെ കാണുമെന്നൊക്കെ. ആ സമയം മാർക്കാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വാമ്പയേഴ്സ് ഏതൊക്കെയോ വലിയ കൊട്ടാരത്തിലും പിന്നെ ശവപ്പെട്ടിക്കകത്തും അങ്ങനെയൊന്നും അല്ല താമസിക്കുന്നത്. ഞങ്ങളും നിങ്ങളെ മനുഷ്യരെ പോലെ തന്നെ നിങ്ങളുടെ ലോകത്ത് നിങ്ങളുടെ കൂടെ താമസിക്കുന്നു. പക്ഷേ എത്ര കാലം കടന്നു പോയാലും ഒരിക്കലും മാറ്റം വരാത്ത ഒരു മുറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ടോങ്, മുറിയോ, ഏത് മുറി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്കാണെങ്കിൽ, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നേരെ അവനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് മാർക്ക് ടോങ്ങിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത റൂമായിരുന്നു. ടോങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഓൾറെഡി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ടോങ് ആ ഒരു റൂം ചുറ്റും നോക്കിയ ശേഷം മാർക്കിനോട്, അല്ല നീ എവിടെ നിൽക്കുന്നത്, ഈ മുറി തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക്, അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ടോങ്, അതല്ല, ഈ ഒരു ചെറിയ ബെഡിൽ നമുക്ക് രണ്ടുപേർക്കും കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ നീ എന്നെ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമോ എന്നെനിക്ക് പറയാനും പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് മാർക്കാണെങ്കിൽ, ഞാൻ നിൻ്റെ കൂടെ ഈ റൂമിൽ നിൽക്കുന്നൊന്നുമില്ല, ഈ റൂം മൊത്തത്തിൽ നിനക്കുള്ള തന്നെയാണ്, നീ എന്നെ ഈ ബെഡ് മൊത്തം എടുത്തോ, പിന്നെ നിനക്കറിയാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഞങ്ങൾ വാമ്പയേഴ്സിന് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങളങ്ങനെ ഉറങ്ങാറില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്, ഓ അങ്ങനെയാണല്ലേ, പക്ഷേ ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും, നീ ഉറങ്ങുകയും കൂടെ ചെയ്യാത്തതുകൊണ്ട് രാത്രി ഞാൻ ഉറങ്ങുന്ന ടൈമിന് നീ എങ്ങാനും വന്ന് എൻ്റെ ചോര കുടിച്ചാലോ എന്നിങ്ങനെ പറയുന്ന ടൈമിന് മാർക്കാണെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ നിൻ്റെ ചോര ഇപ്പം വേണമെങ്കിലും കുടിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ മാർക്കിനാണെങ്കിൽ ഇപ്പോൾ ഓരോ സംഭവത്തിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റുന്ന ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോങ്ങിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് അവനൊന്ന് സ്മെല്ല് ചെയ്യുന്നുണ്ട്. ടോങ് ആ സമയം മാർക്കിൻ്റെ അടുത്ത്, ശരി നീ പൊയ്ക്കേ എന്ന് പറഞ്ഞിട്ട് അവനെ റൂമിൽ നിന്ന് പുറത്താക്കാണ്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് ടോങ് നോക്കുമ്പോഴാണ് അവൻ്റെ ഗിറ്റാർ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയ്യോ, ഞാൻ എൻ്റെ ഗിറ്റാർ എടുത്തില്ലേ എന്നിങ്ങനെ ആലോചിക്കുന്ന ടൈമിന് മാർക്കാണെങ്കിൽ, ഇതാ നിൻ്റെ ഗിറ്റാറെന്നും പറഞ്ഞ് ഗിറ്റാറും കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സഡനായിട്ട് ഇവനെ കാണുമ്പോഴത്തേക്കും ടോങ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം ആ ഗിറ്റാർ വാങ്ങിച്ചിട്ട് മാർക്കിൻ്റെ അടുത്ത്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ റൂമിൻ്റെ അകത്ത് കയറി വരരുത്, പിന്നെ എന്നെ എപ്പോഴും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കിനെ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം ഉറങ്ങാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും ടോങ് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഇവന് ഉറക്കം വരുന്നില്ല. ഇവൻ്റെ മൈൻഡിൽ നേരത്തെ മാർക്ക് ഇവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നിട്ട് ഇവനെ സ്മെല്ല് ചെയ്തത് അതാണ് ആലോചിക്കുന്നത്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അതായത് അവനൊരു വാമ്പയറാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി നീ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അവൻ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് അവിടെ സൈഡിലായിട്ട് ഒരു വലിയ പെയിൻറ്റിങ് ഇരിപ്പുണ്ടായിരുന്നു. ആ പെയിൻറ്റിങ് ഒരു തുണി വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയം
ആ തുണിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് എന്താണെന്ന് ടോങ്ങിന് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിൻ്റെ ഒരു പെയിൻറ്റിങ് ആയിരുന്നു. ടോങ് ഇത് കണ്ടു കഴിഞ്ഞതും പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അവിടുന്ന് ഒരു സ്റ്റിക്കി നോട്ട് എടുത്തുകൊണ്ട് വന്ന് ഈ സ്റ്റിക്കി നോട്ട് ആ പെയിൻറ്റിങ്ങിൽ മാർക്കിൻ്റെ മുഖത്തേക്ക് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അതായത് മാർക്കിൻ്റെ കണ്ണത്രയും കവറാവുന്ന രീതിയിൽ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇവൻ വന്ന് കിടന്ന് ഉറങ്ങുവാണ്. അതേസമയം മാർക്കിനെ കാണിക്കുമ്പോൾ ഇവൻ രാത്രി സോഫയിലിരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ടോങ് ഉറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവനൊരു സ്വപ്നവും കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ സെയിം സ്വപ്നം, അതായത് ഒരു കാർ ആക്സിഡൻ്റ് ആവുന്നതും ഒരു ലേഡി ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടുമ്പോൾ ഒരു കറുത്ത ഡ്രസ്സിട്ട ഒരാൾ വന്നിട്ട് ആ ലേഡിയുടെ കഴുത്തിൽ കടിച്ചിട്ട് അവരെ ചോര കുടിക്കുന്നതും ആ കുഞ്ഞിനെ എടുക്കുന്നതും അങ്ങനെയുള്ളൊരു സ്വപ്നം. ആ സ്വപ്നം അവൻ വീണ്ടും കാണുവാണ്. അതേ ടൈമിന് അവൻ ആ സ്വപ്നം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു മാർക്ക് റൂമിലേക്ക് വരുന്നുണ്ട്. ഇവനെ ഒന്ന് ചെറുതായിട്ട് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവൻ ഉറക്കത്തിലാണെങ്കിലും. ആ സമയമാണ് മാർക്ക് നോക്കുമ്പോൾ അവൻ്റെ പെയിൻറ്റിങ്ങിൽ ടോങ് സ്റ്റിക്കി നോട്ട് ഇങ്ങനെ ഒട്ടിച്ച് അവൻ്റെ മുഖം കവർ ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ മാർക്കിന് ചിരി വരുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ടോങ് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് അവൻ്റെ കഴുത്തി ചെക്ക് ചെയ്യുന്നുണ്ട്, മാർക്കെങ്ങാനും തൻ്റെ കഴുത്തിൽ നിന്ന് കടിച്ചിട്ട് ചോര വല്ലതും കുടിച്ചോന്ന്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മാർക്കിൻ്റെ ആ ഒരു ഫോട്ടോയിൽ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചതിൽ മാർക്ക് 2 കണ്ണ് വരച്ച് വെച്ചേക്കുന്നു. അങ്ങനെ ടോങ്ങിന് മനസ്സിലായി കഴിഞ്ഞ ദിവസം രാത്രി താൻ ഉറങ്ങുമ്പോൾ മാർക്ക് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ടോങ്ങാണെങ്കിൽ സ്വയം പറയാണ്, അവനോട് ഞാൻ പറഞ്ഞതല്ലേ ഈ റൂമിലേക്ക് കയറരുതെന്ന്, പിന്നെ എന്തിനാ അവൻ കയറിയത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം അവനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഓൾറെഡി മാർക്കാണെങ്കിൽ അവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ടോങ് അങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ല നീയാണെങ്കിൽ ടൊമാറ്റോ ജ്യൂസ് മാത്രമല്ലേ കുടിക്കുകയുള്ളൂ, പിന്നെന്താ ഇത്രയും ഫുഡെന്ന് ചോദിക്കുമ്പോൾ മാർക്കാണെങ്കിൽ അതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ഇത്രയും ഫുഡോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക്, അത് പിന്നെ ഏത് കടയിലെ ഫുഡാണ് നല്ലതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ കടയിലത് നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കി ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കുമെന്നും നീ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഇത്രയും ഫുഡ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് എന്നെ കഴിക്കാനുള്ള വല്ല പ്ലാനും ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക് ചിരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ആ ഒരു ഫ്ലവർ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ലേഡി വാൻ വരുന്നുണ്ട്. അവർ ഈ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. അവർ വന്നിട്ട് ടോങ്ങിന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് മാർക്കിൻ്റെ അടുത്തും എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം ടോങ്ങാണെങ്കിൽ ഓരോരോ ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവനാണെങ്കിൽ എൻ്റെ പൊന്നി ഇത് അടിപൊളിയാണ് മാർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാർക്ക് അത് അത്രയ്ക്ക് സൂപ്പറാണെന്ന് ചോദിച്ചപ്പോൾ ടോങ് പിന്നല്ലാണ്ട് വേറെ ലെവലാണ്, പക്ഷേ എന്ത് പറയാനാ, നീ ഒരു വാമ്പയറായി പോയില്ലേ, നിനക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, ഇതൊന്നും കഴിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ എന്നിങ്ങനെ പറയാണ്. അതും പറഞ്ഞ് ടോങ് ഫുഡ് കഴിക്കുമ്പോൾ എന്തുകൊണ്ടോ ഇതിൻ്റെയൊക്കെ സ്മെല്ല് നല്ലതുപോലെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ട് ഇതൊന്നും കഴിക്കണമെന്ന് ആഗ്രഹമേ ഇല്ലാതിരുന്ന മാർക്കിന് ഇതെന്തോ കഴിച്ചു നോക്കണമെന്നൊരാഗ്രഹം വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ടോങ് നിനക്കെന്താ വേണമെന്നിങ്ങനെ ചോദിച്ചിട്ട് ഫുഡ് ഇങ്ങനെ നീട്ടുന്നുണ്ട്. ആ സമയം വേണ്ടെന്നൊന്നും പറയാതെ തന്നെ മാർക്ക് അപ്പോഴേ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അവനതിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ഇഷ്ടപ്പെടുന്നുമുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ എന്ത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ അടുത്ത ഫുഡ് കഴിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും മാർക്ക് അതിൽ തന്നെ നോക്കുന്ന കാണുമ്പോൾ ടോങ് എന്തായാലും ഇത്രയും ഫുഡ് നീ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഇത് നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ അവിടെ ഇരുന്ന് പല പല ഫുഡും ടോങ് കഴിക്കുന്നതിൻ്റെ കൂടെ മാർക്കിനും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. മാർക്കിനെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഇവന് സ്പീഡിന് ഈ ഫുഡെല്ലാം കഴിക്കുവാണ്. അതിനുശേഷം ടോങ്ങാണെങ്കിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന ടൈമിന് മാർക്ക് അവിടെ നിന്ന് ബുക്ക് വായിക്കുമായിരുന്നു. ആ സമയം ടോങ്ങാണെങ്കിൽ ഇവിടെ ചെയ്യാനായിട്ട് എനിക്കൊന്നുമില്ലേ, എനിക്കാണെങ്കിൽ ബോറടിക്കുന്നു, ഞാനാണെങ്കിൽ അവിടെ ഓർഫനേജിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ന്യൂവൻ എപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്യും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയായിരുന്നു, ഇവിടെ എനിക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നില്ല. ടോങ്ങപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും ഷോപ്പിംഗ് മോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മാർക്ക് ആ സമയം എന്തിനാ, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയും ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ടോങ് അത് പിന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങാനാണ്, എൻ്റെ അളവ് നിനക്കറിയത്തില്ലല്ലോ ഞാൻ തന്നെ പോകണ്ടേന്ന് പറയുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ ചെന്നിട്ട് ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ടോങ്ങിൻ്റെ അടുത്ത് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ അളവെല്ലാം അവൻ മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കാണെങ്കിൽ നിൻ്റെ അളവെല്ലാം എൻ്റെ അളവിനേക്കാളും 1 ഇഞ്ച് കുറവാണ്, നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സെല്ലാം ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം മാർക്കാണെങ്കിൽ അടുത്ത് ആ വീട്ടിൽ തന്നെയുള്ള ജിമ്മിൽ എക്സസൈസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ടോങ് വരുന്നുണ്ട്. മാർക്ക് അപ്പോൾ ടോങ്ങിനോട് നീയും എക്സസൈസ് ചെയ്യുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ടോങ് ഇല്ല, ഞാനിങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ വന്നപ്പോൾ ഒന്ന് കാണാനായിട്ട് കയറിയതാന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നെ ടോങ് നോക്കുമ്പോൾ അവിടെ ഈ ഡമ്പലൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് ഒന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്.
മാർക്കപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇനിമേ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടോങ് ഇല്ല എന്ന് പറയുന്നുണ്ട്. മാർക്കപ്പോൾ എങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ടൈമിന് ടോങ് ആണെങ്കിൽ വേർത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മാർക്ക് ടോങ്ങിൻ്റെ അടുത്തുനിന്ന് മാറിക്കളയുവാണ്. കാരണം മാർക്കിന് എന്തോ ഫീലായിട്ടുണ്ട്. അതൊരു പക്ഷേ അവൻ്റെ ബ്ലഡ് കുടിക്കണം എന്ന് തോന്നുന്ന ഒരു ഫീലായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു സ്മെല്ല് ഇവന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നുണ്ട്. ടോങ് അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് നിർത്തിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ എന്ത് എക്സസൈസാണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമെല്ലാം ഇവ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ സ്മെല്ലിങ്ങനെ കിട്ടുമ്പോഴത്തേക്കും മാർക്കിനാണെങ്കിൽ എന്തുകൊണ്ടോ പറ്റുന്നില്ല. അങ്ങനെ അവൻ എക്സസൈസ് ചെയ്ത് നിർത്തുവാണ്. ടോങ് അപ്പോൾ നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. മാർക്ക് അതിന് മറുപടി കൊടുക്കുന്നില്ല. ടോങ് അപ്പോൾ ഞാൻ നിന്നെ ഒത്തിരി ശല്യം ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ മാർക്ക് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ടോങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ ഉപയോഗിച്ച ഒരു ടവൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തിട്ട് മാർക്ക് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കറക്റ്റ് ടോങ് കയറി വരാണ്. ടോങ്ങിനെ കാണുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ പെട്ടെന്ന് ആ ടവൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കാൻ വന്നേന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്ന സമയത്ത് മാർക്കാണെങ്കിൽ ആ ഒരു ടവൽ കൊണ്ട് ഇവൻ്റെ കൊടുത്തിട്ട് നീ ഉപയോഗിച്ച ടവൽ ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ടിട്ട് പോവല്ലേ, കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കും അങ്ങ് ജിമ്മിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണുന്നത് ടോങ് ആണെങ്കിൽ ഇങ്ങനെ ലിവിങ് റൂമിൽ ഇരിക്കുന്ന ടൈമിന് മാർക്ക് എങ്ങോട്ടേക്കോ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നതാണ്. ടോങ് അപ്പോൾ നിനക്ക് വർക്ക് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്കാണെങ്കിൽ ഞാൻ മെഡിക്കൽ സെൻറ്ററിലോട്ട് പോവാം, എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകണമെന്നില്ല, വാനും ഇല്ല, ഒരു കാര്യം ചെയ്ത് എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം ബോറടിച്ചിരുന്ന ടോങ് ആണെങ്കിൽ ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി റെഡി ആവുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ നടക്കാനായിട്ട് പറയുന്നുണ്ട് ടോങ്ങിൻ്റെ അടുത്ത്. അങ്ങനെ ടോങ്ങിനെയും കൂടെ നടക്കുന്ന ടൈമിനാണ് അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് വന്നിട്ട് താര നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, ടോങ്ങിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും താരയുടെ ഓഫീസിലേക്ക് ചെല്ലാണ്. അങ്ങനെ നമ്മുടെ ടോങ്ങിൻ്റെ അടുത്ത് താര ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം താരയാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് നിൻ്റെ കൈയൊന്ന് കാണിക്കാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കൈ നീട്ടുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. താരയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ നടന്ന സംഭവങ്ങളും നടക്കാൻ പോകുന്ന സംഭവങ്ങളും അതിൻ്റെയൊക്കെ ഒരു വിഷൻ കാണാൻ പറ്റുന്നൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോങ് ആണെങ്കിൽ മാർക്കിൻ്റെ ആ ഒരു മുറിയിലിരുന്ന ഫോട്ടോയിൽ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് അത് മറച്ചു വെച്ചത് ഇങ്ങനെ അവൻ്റെ കൈ പിടിക്കുമ്പോൾ ഒരു വിഷനിലൂടെ കാണുന്നുണ്ട്. ആ സമയം താരയാണെങ്കിൽ ചിരിച്ചിട്ട് ടോങ്ങിൻ്റെ അടുത്ത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ആ ഫോട്ടോയിൽ അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോങ് അപ്പോൾ നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോഴത്തേക്കും താരയാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് ഇത്രയും കാലം ഉണ്ടായ പ്രശ്നങ്ങളും ഓർഫനേജിലായാലും ഇവിടെ ആയാലും എല്ലാം ഉണ്ടായതിന് സഹിച്ച് നീ നിന്നില്ലേ, അതിന് താങ്ക് യു സോ മച്ച്, കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്താൽ മതി, പിന്നെ ഫുള്ള് ശാന്തതയായിരിക്കും, പിന്നെ നിന്നെയാണെങ്കിൽ ഈ വാമ്പേഴ്സിൻ്റെ ഇടയിലെല്ലാം എടുത്തിട്ടതിനും സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതി ഇരിക്കുമ്പോഴത്തേക്കും താര ടോങ്ങിൻ്റെ അടുത്ത് മാർക്ക് നിന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ, അവൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ, അവൻ എപ്പോഴും നിന്നെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്നോട് പറയാനായിട്ട് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ എനിക്കങ്ങനെ വന്ന് പറയാവോ, എങ്കിൽ അവൻ അങ്ങനെയെല്ലാം ചെയ്ത് കഴിക്കാൻ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ടോങ് ആണെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുമ്പോൾ താരയും മാർക്കും കൂടെ സംസാരിക്കുകയാണ്. താര മാർക്കിൻ്റെ അടുത്ത് ടോങ്ങിനെ പോലെ ഒരു പാവമായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരു പയ്യനായിരുന്നു ഞാനാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അത് തന്നെയാണ് പ്രശ്നം, നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ നല്ല വീക്കായിരിക്കും, അങ്ങനെ വീക്കായിട്ടുള്ള ഒരാളെ തളർത്താനായിട്ട് എളുപ്പമാണ്, അതുകൊണ്ട് നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ പക്ഷേ അവനാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലഡാണല്ലോ അവൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും താര അവൻ്റെ ബ്ലഡ് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നീ അത് കുടിച്ചതുകൊണ്ടാണ് നിനക്ക് പറയാന്നുള്ളത്, നീയാണെങ്കിൽ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം, നീയാണെങ്കിൽ ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരുത്തരുത്, അവനെ എന്തായാലും നീ ഇപ്പോൾ നിൻ്റെ അടുത്ത് നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്തായാലും നല്ലൊരു കാര്യമാണ്, പക്ഷേ ഒരുപാട് അടുത്ത് കൊണ്ടുവരുന്നതും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, എന്തായാലും മൊത്തത്തിലൊന്ന് സൂക്ഷിച്ചേക്കാനായിട്ട് പറയാണ്. അതിനുശേഷം ടോങ്ങും മാർക്കും കൂടെ തിരിച്ച് വീട്ടിൽ പോകുന്ന ടൈമിന് ടോങ് ആണെങ്കിൽ താരയ്ക്ക് എത്ര വയസ്സായെന്ന് മാർക്കിനോട് ചോദിക്കുന്നുണ്ട്. മാർക്കപ്പോൾ അറിയത്തില്ല, ആരും ചോദിക്കാനായിട്ട് ധൈര്യവും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ അവർ ഭയങ്കര കൂളാണ്, നല്ല ഭംഗിയാണ് എന്നൊക്കെ പറയാണ്. മാർക്കപ്പോൾ താരയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ടോങ് ആണെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് ന്യൂവനാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഈ ഒരു വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ഗെയിം കളിക്കാം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ് അവൻ്റെ ഗിറ്റാർ എടുത്തിട്ട് അത് ഓപ്പൺ ആക്കുകയാണ്. അതിൻ്റെ അകത്ത് ന്യൂവങ്ങും പിന്നെ ഓർഫനേജിലെ 2-3 പിള്ളേരുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയും നോക്കിയിട്ട് അവനാണെങ്കിൽ നാളെ ന്യൂവൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ റെഡിയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം മാർക്കാണെങ്കിൽ നിനക്ക് ന്യൂവനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ
അതെ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുഞ്ഞിൽ ജനിച്ച ആ ഒരു ടൈമിന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആരെടുത്താലും കരച്ചിൽ നിർത്തത്തില്ലായിരുന്നു എന്ന്. എന്നാൽ ന്യൂനെടുത്തപ്പോൾ ഞാനാണെങ്കിൽ കരയുന്ന നിർത്തും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കെൻ്റെ അമ്മ ആരാന്ന് പോലും ഓർമ്മയില്ല. പക്ഷേ അതിപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല. കാരണം ന്യൂനാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ അവൻ റെഡിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം പക്ഷേ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിർത്തിയിട്ട് മാർക്കാണെങ്കിൽ നീ ഇത് വീഡിയോ റെഡിയാക്കുന്നതിനേക്കാളും നാളെ നേരിട്ട് പോയി പാടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണേ എക്സൈറ്റഡ് ആയിട്ട് നീ എന്നെ നാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഇവർ രണ്ടുപേരും അങ്ങ് ഓർഫനേജിലേക്ക് എത്തുന്നതാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാവരും ടോങ്ങിനെ കാണുമ്പോൾ ടോങ്ങെന്ന് വിളിച്ച് അടുത്തേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയം ടോങ്കളയും വരുന്നുണ്ട്. അവനും കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ന്യൂവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ആ സമയം ടോങ്ങിൻ്റെ കൂടെ മാർക്ക് നിൽക്കുന്ന കാണുമ്പോൾ ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ റിസർച്ചിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് മാർക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിള്ളേരൊക്കെ കളിക്കുമ്പോഴത്തേക്കും മാർക്കും ടോം കൂടെ ആയിട്ട് അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്ന് ഈ കളിയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കളിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യൻ വന്നിട്ട് ടോങ്ങിനെ കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു പയ്യനാണെങ്കിൽ ടോങ്ങിനെ കളിക്കാൻ വിളിക്കണ്ട, ന്യൂവൻ പറഞ്ഞിട്ടില്ലേ ടോങ്ങിന് വയ്യാത്തയാണെന്ന്, നീ വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ് അപ്പോൾ ഇല്ല, ഞാനിപ്പോൾ സ്ട്രോങ് ആണ്, ഞാനിപ്പോൾ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ മാർക്കിൻ്റെ അടുത്ത് കളിക്കാൻ വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാർക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരോടെ കളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കളിച്ചിട്ട് തിരിച്ച് ടോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ടോങ് എനിക്ക് ഒട്ടും വയ്യ, എൻ്റെ ദേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ ചോര വരുന്ന നിൽക്കത്തില്ല, മൊത്തത്തിൽ ബ്ലീഡാവും എന്നൊക്കെ കരുതിയിട്ട് എന്നെ ഒരിക്കൽ പോലും ന്യൂവൻ കളിക്കാൻ സമ്മതിച്ചിട്ടില്ല, എന്നെ ഒന്ന് ഓടാൻ പോലും സമ്മതിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്തു. കാരണം എനിക്കതൊന്നും ഒരിക്കൽ പോലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിനക്ക് ലൈഫിൽ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അതായത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ അവൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവം പറയാണ്. മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനാണെങ്കിൽ എത്രയോ കാലം മുമ്പ് എന്തോ സംഭവിച്ചിട്ട് ബെഡ് റെസ്റ്റിലായിരുന്നു. അതായത് ആൾക്ക് നടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ആൾ മരിക്കും എന്നുള്ള സിറ്റുവേഷനിൽ ബെഡിൽ കിടക്കുകയാണ്. ആ സമയം മാർക്കിൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെയാണ്. അച്ഛൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ ഇവന് കൊടുത്തിട്ട് ഇവനെ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. ഒരു ദിവസം രാത്രി ഇവന് മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവൻ്റെ നില ഭയങ്കര ക്രിട്ടിക്കലായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന് മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവിടെ സൈഡിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആരോ വന്നിട്ട് അവരുടെ ഗേറ്റിൽ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മാർക്കിൻ്റെ അച്ഛൻ ഒരു ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ മറ്റാരുമല്ല, താരയായിരുന്നു. ഇവൻ്റെ അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ പോലെ ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ താരേനെ കാണുമ്പോഴത്തേക്കും താര ആരാന്ന് ഇയാൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നാളെ വാ, ഇതിപ്പോൾ ഹോസ്പിറ്റൽ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം താര ഞാനാണെങ്കിൽ നിങ്ങളുടെ മകനെ കാണാൻ വന്നതാ, നിങ്ങളുടെ മകൻ മാർക്ക് ഇവിടെ തന്നെയല്ലേ ഉള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ താരയുടെ അടുത്ത് അവൻ്റെ അച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് അവനെ എങ്ങനെ അറിയാം, എൻ്റെ മകൻ ബെഡ് റെസ്റ്റിലായിട്ട് ഒത്തിരി വർഷമായി, നിങ്ങൾക്കപ്പോൾ എൻ്റെ മകനെ എങ്ങനെ അറിയാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം താര എനിക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ, നിങ്ങൾ എന്നൊന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് ഞാൻ നീട്ടിത്തരാം, നിങ്ങൾക്ക് അവൻ്റെ കൂടെ ഒത്തിരി നാൾ താമസിക്കാനും ജീവിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ മാർക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോയേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ അപ്പം നിൻ്റെ ജീവൻ രക്ഷിച്ചത് ആക്ച്വലി താരയാണല്ലേ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കി എൻ്റെ ജീവൻ രക്ഷിച്ചത് ന്യൂവങ്ങാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരെ ലൈഫ് ഒരുവിധം സെയിം ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ടോങ്ങിൻ്റെ അടുത്ത് ടോങ്കള പറഞ്ഞു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂവൻ വരുന്നുണ്ടെന്ന് അറിയിക്കാനായിട്ട് പറഞ്ഞു. എന്താ ആക്ച്വലി പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ ആ പ്ലാൻ എന്താണെന്ന് നീയും കാണ്, സർപ്രൈസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ മാർക്കിനെയും കൊണ്ട് അടുക്കളയിലേക്ക് കേക്ക് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. കേക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ടൈമിന് ന്യൂവങ് വരുന്ന കണ്ടിട്ട് മാർക്കാണെങ്കിൽ ന്യൂവങ് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോങ് ആ ഒരു കേക്ക് എടുത്ത് അടുക്കളയിലകത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണ് സർപ്രൈസ് കൊടുക്കാനായിട്ട്. ആ സമയം മാർക്കാണെങ്കിൽ ന്യൂവനെ കാണാതെ പെട്ടെന്ന് പോകാനാണ് ശ്രമിച്ചത്. എന്നാൽ ന്യൂവനാണെങ്കിൽ അവനെ കണ്ടിട്ട് ഓ മാർക്ക് നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് വന്നത്, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ന്യൂവനപ്പോൾ നിങ്ങൾ ടോങ്ങിനെ നന്നായിട്ട് നോക്കുന്നില്ലേ, അവൻ ഓക്കെ അല്ലേ, നിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന പൈസ അത് നല്ലതുപോലെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയാണ്. ഇതെല്ലാം തന്നെ അവിടെ അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ ടോങ് കേൾക്കുന്നുണ്ട്. ടോങ്ങിനത് കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതായത് മാർക്കിന് ഓൾറെഡി ന്യൂവൻ അറിയാം
വാമ്പയറിൻ്റെ കാര്യങ്ങളും ന്യുവനറിയാം. പൈസ കൊടുത്തിട്ടാണ് തന്നെ കുഞ്ഞിനെ തൊട്ടേ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തതെന്നും അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ കേക്ക് അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡ് നുവങ്ങാണെങ്കിൽ നീ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ടോങ് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നില്ലേ? എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങളെന്താ ലൈഫ് ലോങ് മുഴുവൻ എൻ്റെ അടുത്ത് ഇത് മറച്ചു വെക്കാനാണ് വിചാരിച്ചത്? പൈസ വാങ്ങിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കാനാണ് വിചാരിച്ചത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നുണ്ട്. ന്യൂനപ്പോൾ അങ്ങനെയൊന്നല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ്ങാണെങ്കിൽ എനിക്ക് ഒന്ന് ജോലി കിട്ടിയിട്ട് പൈസയൊക്കെ ആയി തുടങ്ങിക്കോട്ടെ, നിങ്ങളെന്നെ ഇത്രയും കാലം വളർത്തിയതല്ലേ, അതിനുള്ള പൈസ ഞാൻ തിരിച്ച് തന്നേക്കാന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. മാർക്കായാലും ന്യുവനായാലും വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ നിൽക്കുന്നില്ല. അങ്ങനെ അവൻ ഇറങ്ങി പോകുന്ന ടൈമിന് പെട്ടെന്ന് ടോങ്കള അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ തടയുന്നുണ്ട്. ആ സമയം നിനക്കും എല്ലാം അറിയാമായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ടോങ്കള എന്തറിയായിരുന്നെന്ന്, എനിക്കാകെ നീയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്, നിന്നെ നന്നായിട്ട് നോക്കണം എന്ന് മാത്രമേ എനിക്കറിയാവൂ, നീ വേറെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ടോങ്ങാണെങ്കിൽ നിനക്കെങ്കിലും എൻ്റെ അടുത്ത് അറിയാന്നുള്ള കാര്യമെങ്കിലും പറയാൻ പാടില്ലായിരുന്നു, എന്തിനാ എന്നെ ഇങ്ങനെ മറച്ചു വെച്ചത്? ഞാനിങ്ങനെ സ്പെഷ്യലാണ് എന്ന് കരുതുന്നതുകൊണ്ടാണോ നീ എൻ്റെ ഫ്രണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആസ്മിൻ ടോങ്കള അപ്പം നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലേ കരുതുന്നത്? ശരി, നീ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടോങ്കളയും അവിടെ നിന്ന് ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം ടോങ് ഒരിടത്തുനിന്ന് മാറിയിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് മാർക്ക് വന്നിരുന്നുണ്ട്. നിനക്ക് എന്തറിയണമെങ്കിലും എന്നോട് ചോദിച്ചോ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു. നീ പൈസ ന്യുവന് കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഓർഫണേജിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാതിരുന്നില്ലെങ്കിൽ അവരാണെങ്കിൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുകയോ കെയർ ഒന്നും ചെയ്യത്തില്ലായിരുന്നല്ലേ, എപ്പോഴും ഞാൻ മാത്രമായിരുന്നു പറ്റിക്കപ്പെട്ടത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് മാർക്കാണെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ കൊടുത്ത ആ ഒരു പൈസ കൊണ്ട് നിന്നെ മാത്രമല്ലല്ലോ അവിടെയുള്ള എല്ലാ കുട്ടികളെയും അവർ നന്നായിട്ട് നോക്കിയില്ലേ, നല്ലൊരു കാര്യമായിട്ട് എടുത്തുകൂടെ എന്ന് പറയുന്നുണ്ട്. ആസ്മ ടോങ് ആണെങ്കിൽ ശരിയാണ്, പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ മാത്രം ഒന്നും അറിയാണ്ട് അവസാനം വരെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ, എനിക്കിനി ഒന്നും അറിയണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പോകാൻ തുടങ്ങുമ്പോൾ മാർക്കാനെ തടങ്ങിയിട്ട് ഞാൻ നിൻ്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ടോങ്ങിനെ നോക്കുമ്പോൾ മാർക്കിൻ്റെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുമ്പ് അവനങ്ങനെ വയ്യാതെ കിടപ്പിലായ ടൈമിന് താര അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയമെല്ലാം മാർക്ക് ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ പിന്നീടാണ് മാർക്ക് ഒരു വാമ്പയറായി മാറിയതും മരിക്കാതെ ആ ഒരു ഏജിൽ തന്നെ നിന്ന് ഇങ്ങനെ അങ്ങ് ജീവിക്കാൻ തുടങ്ങിയതും. എന്നാൽ പിന്നീട് അവൻ്റെ അച്ഛനാണെങ്കിൽ പ്രായമായി വയ്യാതെയായി. ആ സമയം അയാൾ മരിക്കുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ദിവസം അയാളിങ്ങനെ ബെഡിൽ കിടക്കുന്ന ടൈമിന് മാർക്ക് എൻ്റെ അടുത്തേക്കൊന്ന് വാ, എനിക്ക് നിന്നെ അവസാനമായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ കൈയൊക്കെ പിടിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഐ എം സോറി മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ മരിക്കുന്നുമുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ അവൻ ആഹാരം കഴിക്കണ്ട, അവന് ഉറങ്ങണ്ട, അവന് ക്ഷീണമില്ല, ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഭയങ്കര ഒറ്റപ്പെടലും ഒക്കെ ആയിരുന്നു. അവന് ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷേ ഇപ്പോൾ എന്തോ ടോങ്ങിനെ കാണുമ്പോഴത്തേക്കും അവന് എന്തോ ഒരു ഫീലിംഗ്, അതായത് സങ്കടം, ആ ഒരു സംഭവമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവൻ തന്നെ സ്വയം വിചാരിക്കുകയാണ്, ടോങ്ങിൻ്റെ കൂടെ ഉള്ളപ്പോൾ മാത്രം എന്താ എനിക്കിങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം പിന്നീട് ടോങ്ങിനെയും കൊണ്ട് ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ വന്നുകൊണ്ടേ തന്നെ ടോങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ടോങ്ങിന് കൊടുത്തിട്ട് നീ പൊക്കോ, ഇനി വാമ്പയറോ ഒരു സംഭവമായിട്ട് നിന്നെ റിലേഷനിൽ കൊണ്ടുവരത്തില്ല, നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചോളാനായിട്ട് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാൻ നിൽക്കുകയാണ്. ആദ്യമേ ടോങ് നീ ശരിക്കും ആലോചിച്ചോ, ശരിക്കും ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിച്ചപ്പോൾ മാർക്കാണെങ്കിൽ അവൻ ടോങ്ങിന് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്ന ആ ഒരു ഗിറ്റാറും കൂടെ എടുത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് നോക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോങ് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കാണിച്ചിട്ട് ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നീ എനിക്ക് ശരിക്കും തന്നതല്ലേ, ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരു മാലാഖയുണ്ട്, ആ മാലാഖ എനിക്ക് തന്ന മാലയാണെന്നാണ്, എന്നാൽ ആ മാലാഖ ഒരു വാമ്പയറാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇത്രയും വർഷം നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാല അഴിച്ച് മാർക്കിൻ്റെ കൈ കൊടുക്കുമ്പോൾ മാർക്ക് വേണ്ട, അത് നിൻ്റെയാണ്, നീ തന്നെ വച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ടോങ് ആണെങ്കിൽ ആ ഗിറ്റാർ വാങ്ങിച്ചിട്ട് എനിക്ക് ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അവൻ നേരെ വരുന്നത് അവനാണെങ്കിൽ ടോങ്കളയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ താമസിക്കാനെടുത്ത ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ടോങ്കള തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ചെല്ലുമ്പോഴത്തേക്കും നേരത്തെ ഓർഫണേജ് വെച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതാണേലും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ്കള അവനകത്തേക്ക് വിളിക്കുന്നുണ്ട്. അതിനുശേഷം ടോങ് പോയി കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ടോങ്കളയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നീ ന്യുവൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, എന്തൊക്കെ വന്നാലും നമ്മളെല്ലാവരും നോക്കി വളർത്തിയത് അവരല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോങ് അപ്പോൾ അതൊക്കെ ശരിയാണ്, എന്നാലും അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സത്യമൊക്കെ മറച്ചു വെച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്ന് പറയുന്നുണ്ട്.
അതേസമയം തന്നെ മാർക്ക് അവരുടെ ആ ഒരു ഓർഫനേജിൽ ഈ പൈസയൊക്കെ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെയുള്ള സംഭവത്തിൽ കൂടെയൊക്കെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കിട്ടിയത്. മാർക്ക് അങ്ങനെയൊക്കെ പൈസ ഡൊണേറ്റ് ചെയ്യുന്നത് ടോങ്ങിന് വേണ്ടിയിട്ടാണ്. ടോങ്ങിനങ്ങനെ ഡൊണേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ടോങ്ലേക്കും ആ ഒരു സ്കോളർഷിപ്പ് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ ടോങ്ലേക്ക് അത് ടോങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. തനിക്ക് അതിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല, അത് മോശമാണെന്ന് കരുതിയിട്ട് ടോങ്കളയാണെങ്കിൽ ഇപ്പോൾ ടോങ്ങിൻ്റെ അടുത്ത് ആ ഒരു സ്കോളർഷിപ്പ് ഞാൻ വേണ്ടെന്ന് പറയാൻ പോവാ, ഞാൻ വല്ല സ്റ്റുഡൻറ്റ് ലോണിൽ വല്ലതും പഠിക്കാൻ കയറിക്കോളാം, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, വെറുതെ ആ ഒരു സ്കോളർഷിപ്പ് വിട്ട് കളയണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്കള കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ലോൺ എടുത്തിട്ട് പഠിക്കാം, അതിൻ്റെയൊക്കെ പൈസ ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്ത് തീർത്തോളാം, പിന്നെ നമ്മുടെ ചിലവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ജോലി ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാകിയൊന്നുമില്ല, അതെല്ലാം ഒരു കള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ടോങ്ങളയ്ക്ക് വാമ്പയറിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഇവനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പയ്യനായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ അറിയാവൂ. അപ്പോൾ ടോങ് അതൊക്കെ പറയുമ്പോൾ ടോങ്കളയാണെങ്കിൽ സത്യങ്ങളെല്ലാം നീയാണെങ്കിൽ റെഡി ആകുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, നീയാണെങ്കിൽ ഓക്കെ ആവുന്നവരെ അതിൻ്റെ കാര്യമൊന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടോങ് ഉറങ്ങുന്ന ടൈമിൽ അവൻ എന്തോ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ മാർക്ക് അവൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ ടോങ് തന്നെ നോക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ടോങ്ങും മാർക്കിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യാണ്. പക്ഷേ ഇത് നമ്മുടെ ടോങ് കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഈ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് താനെന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടോങ്ങാണെങ്കിൽ കോളേജിലേക്ക് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം എന്തൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ അവനവിടെ ഫ്രണ്ട്സൊന്നുമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുവാണ്. ആ സമയം സാറ് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന വർക്കിൽ 3 പേര് ഒരു ടീമാവണം, പെട്ടെന്ന് തന്നെ ടീമായിക്കോളാൻ പറയാണ്. എന്നാൽ അവിടെയുള്ള ആരെയും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ടോങ്ങാണെങ്കിൽ ആരെടുത്ത് പോയി ടീമാവും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റിലും നോക്കുമ്പോഴാണ് ഇവ ഇരിക്കുന്ന സീറ്റിൽ ബാക്കിലത്തെ സീറ്റിലായിട്ട് മാർക്ക് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. മാർക്കാണെങ്കിൽ ഇവരുടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ വന്നിരിക്കുകയാണ്. ആ സമയം മാർക്കിനെ കാണുമ്പോൾ മാർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷോക്കായിട്ട് ടോങ് വിളിക്കുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ എന്തേ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നാലും ബൈ.